നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദേ ഓഗസ്റ്റ് മന്തായി. ഇതിപ്പോൾ മന്ത്ലി ഷോപ്പിംഗ് വീഡിയോ ആണ്, ഹോൾ വീഡിയോ ആണ്. എന്ത് വന്നാലും ഒഴിവാക്കരുതെന്ന് ഒരുപാട് റിക്വസ്റ്റ് ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഓക്കെ, കുറേ പേർക്ക് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ആണ്. ഇത്തവണ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, എല്ലാ മാസവും വാങ്ങുകയാണ്. കൂടാതെ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നത് അല്ലാണ്ടും വാങ്ങുന്നുണ്ട്. എന്തായാലും വാങ്ങിയ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക്സ് കൊടുത്തേക്കാം. എല്ലാ പ്രോഡക്ട്സും ആമസോണിൽ നിന്ന് തന്നെയാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക്സ് കൊടുത്തേക്കാം, സ്റ്റോറിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. എന്തെങ്കിലും സെയിൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും കൊടുത്തേക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ബോഡി വാഷ് ആണ് കേട്ടോ. ഇത് എം കഫേൻ്റെ ഈ ഒരു ബ്ലൂബെറി ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റ് ആണ്. ഞാനിത് വാങ്ങാനുള്ള റീസൺ ഇവരുടെ സ്ക്രബ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, ഒരു ബോഡി സ്ക്രബ് ഉണ്ട് ഈ സെയിം റേഞ്ചിൽ നിന്ന് തന്നെയുള്ള ഒരു ബ്ലൂബെറി റേഞ്ചിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ക്രബ്. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു നല്ല ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതാണ്. ഇത് ബോഡി വാഷ് ആണെങ്കിൽ നന്നായിരിക്കും തോന്നി. അപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ യെസ്, ഇവർക്ക് ഈ സെയിം റേഞ്ചിൽ ബോഡി വാഷ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ദേ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇത് ഇപ്പോൾ ഇന്നലെ കിട്ടിയതേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തില്ല. എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അത് നല്ലതായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ വരുമ്പോൾ എങ്ങനെയാണ് പടി പാടോന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് യൂസ് ചെയ്യട്ടെ. യൂസ് ചെയ്തിട്ട് പറയാം. ഷോർട്സിലെങ്കിലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി അടുത്ത പ്രോഡക്റ്റ്, ഇത് ഞാൻ ലാസ്റ്റ് മന്ത് വാങ്ങിയതാണ്, അവസാനമൊക്കെ ആയപ്പോൾ വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ 2-3 തവണ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. ഒരു കണ്ടീഷണറാണ് കേട്ടോ, ഹെയർ കണ്ടീഷണറാണ്. പ്ലമ്മിൻ്റെ ഹിബിസ്കസ് റേഞ്ചിലുള്ള ഒരു ഹെയർ കണ്ടീഷണറാണ്. ഞാനിപ്പോൾ ഈയിടെയായിട്ട് കുറേ ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്ക് വർക്ക് ആവുന്നത് യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് കുറേ നോക്കി. പക്ഷെ ഒന്നും അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, എനിക്ക് ഓക്കെ റീപർച്ചേസ് ചെയ്യാനായിട്ട് തോന്നുന്ന പ്രോഡക്റ്റ്സ് വളരെ കുറവാണ്. പക്ഷേ ഇത് അങ്ങനെ ഒരു പ്രോഡക്റ്റാണ്. കാരണം ഹെയർ ഫോൾ ഒരുപാടില്ല ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്തപ്പോൾ. ഹെയർ ഫോൾ കുറയ്ക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ ചില പ്രോഡക്റ്റ്സ് ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത്, ഭയങ്കരമായിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടാവും. അങ്ങനെയുള്ളത് കുറവുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഹെയർ ഫോൾ കുറയ്ക്കൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ ഏത് ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടും ഹെയർ ഫോൾ അങ്ങനെ കുറയൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇപ്പോൾ ലോറിയലിൻ്റെ ഒക്കെ ഒരു പ്രൊഫഷണൽ റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, ഷാംപൂ കണ്ടീഷണറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഭയങ്കര മാനേജബിൾ ആയിട്ട് നമുക്ക് ആ ഒരു സലൂൺ ലൈക്ക് ഫിനിഷൊക്കെ കിട്ടുന്ന അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഇല്ലേ, അങ്ങനെ ഒന്നും നിങ്ങൾ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്തായാലും ഹെയർ ഫോൾ കുറയ്ക്കുന്ന കാര്യത്തിൽ ഞാൻ ഇൻട്രസ്റ്റ് ആണ്. സോ ചിലപ്പോൾ ഞാനത് റീപർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ വേറെ റേഞ്ച് നോക്കട്ടെ. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആവണം എന്നില്ല. ഇതൊരു മേക്കപ്പ് ബ്രഷ് ക്ലീനർ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഫ്രീക്വൻ്റ് ആയിട്ട് മേക്കപ്പ് ടൂൾസ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും. ഞാൻ എന്തായാലും യൂസ് ചെയ്തതിന് ശേഷം പറയാം. ഇനി അടുത്തത് ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി വാങ്ങിയൊരു പ്രോഡക്റ്റാണ് ഹൈഫൻ്റെ ഈ ഒരു ലിപ് ബാം. ഇത് ഞാൻ ആ ഒരു കിട്ടിയ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പൊട്ടിച്ച് നോക്കിയായിരുന്നു. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് പ്രോഡക്റ്റ്. വീഡിയോസിലൊക്കെയാണ് ഞാൻ കൂടുതലും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ലിപ് ബാമിൻ്റെ ഒരാളായി മാറിക്കഴിഞ്ഞു കുറച്ച് നാളായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം എനിക്കിപ്പോൾ കുറച്ച് ഗ്ലോസി ആയിട്ട് പ്ലംപി ആയിട്ടുള്ള ലിപ്സാണ് എനിക്ക് കുറച്ച് ഇഷ്ടം ഇപ്പോൾ. ഓക്കെ, ഇത് അങ്ങനെ ഒരു ലിപ് ബാം അല്ല, കുറച്ചൊരു മാറ്റ് ഫിനിഷ് തരുന്ന കുറച്ച് തിക്കായിട്ടുള്ളൊരു ലിപ് ബാമാണ്. എന്നാൽ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ, ഇതിൻ്റെ ആപ്ലിക്കേറ്റർ. ഓക്കെ, ഇത് പറയാണ്ടിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല. ഭയങ്കര രസമാണ്, നല്ല സുഖമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ലിപ് ബാംസ് വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഓക്കെയാണ്, പക്ഷേ ഈ കോർണേഴ്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് നല്ല സുഖമുണ്ട് കേട്ടോ. നമുക്ക് ചിലത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാവില്ല, അങ്ങനെ ഒരു ലിപ് ബാമാണ്. ഒരു ഗ്ലോസി ഫിനിഷൊന്നും ഇല്ല. ഡോട്ട് ആൻഡ് കീയുടെ ഒക്കെ ലിപ് ബാം എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഗ്ലോസി, കുറച്ചൊരു പ്ലംപി ഒരു ഫീൽ കിട്ടുമായിരുന്നു. അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഇങ്ങനെ ഒരു പെൻ ഐലൈനറാണ്. എന്താ ടിപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഒരു ഓക്കേഷ് പ്രോഡക്റ്റ് എന്ന് പറയാം. ഭയങ്കര ഒരു വാവ് ഫാക്ടർ പറയാനായിട്ടില്ല, പക്ഷേ ഇതിൻ്റെ പ്രൈസിന് ഇത് വേർത്താണ്. കാരണം ബിലോ 200 ആണ്. സോ
സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ജെറ്റ് ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക് ഒക്കെ തന്നെയാണ്. ഓക്കെ, എല്ലാം ഓക്കെയാണ്. പക്ഷേ എന്താ പറയുക, നമ്മളിപ്പോൾ ഈ ഒരു പ്രൈസിന് വാങ്ങിയിട്ടൊരു 1000 ആ ഒരു റേഞ്ചിലുള്ള പ്രോഡക്റ്റ്സ് തരുന്ന ഒരു പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഓക്കേഷ് പ്രോഡക്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒരു അഫോർഡബിൾ ആയിട്ടൊരു പ്രോഡക്റ്റ് നോക്കുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതുപോലുള്ള പെൻ ഐലൈനേഴ്സ് ആകുമ്പോൾ നമുക്ക് വരയ്ക്കാൻ കുറച്ച് ഈസിയാണ് കേട്ടോ. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വരച്ച് പഠിക്കാനൊക്കെ ഇങ്ങനെയുള്ള പെന്നൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. പ്രത്യേകിച്ച് വിങ്സ് ഒക്കെ വരയ്ക്കാനൊക്കെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ്. ഇനി അടുത്തത് ഒരു സ്ക്രഞ്ചീസിൻ്റെ ഒരു പാക്കാണ്. ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. ആദ്യം ഉണ്ടായിരുന്നത് ഞാൻ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാങ്ങിയാണ്. ബ്ലാക്കാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നെക്സ്റ്റ് വൺ. ഇതൊക്കെ ഒരുപാട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതും അതേ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. അടുത്ത വീണ്ടും ഒരു ഹെയർ ആക്സസറിയാണ്. എന്നെപ്പോലെ ഹെയർ കെട്ടി വയ്ക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ക്ലോ ക്ലിപ്സ്. ഇതും എഗെയിൻ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 5 പീസാണ് കേട്ടോ വരുന്നത്. ഇതുപോലുള്ള ന്യൂഡ് ഷെയ്ഡ്സും ബ്ലാക്കും ഒക്കെയാണ് വരുന്നത്. ഇതിൽ പല കളേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ബ്രൈറ്റ് കളേഴ്സും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ലിങ്ക് കിട്ടുകയാണെങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ ഹെയർ എപ്പോഴും കെട്ടി വയ്ക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വലിയ സൈസും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിത് മതി. മുടി ഒരുപാട് ഉള്ളില്ലാത്തതുകൊണ്ട് എനിക്ക് ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ നിറയെ മുടിയുള്ളവർക്ക് വലിയ സൈസും ഒക്കെ ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ, ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്തവണത്തെ കുട്ടി ഷോപ്പിംഗ് ഹാളാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഈ പറഞ്ഞ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വഴിക്ക് ഞാൻ ഷോർട്സിലെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഒരു മിനി റിവ്യൂ ഞാൻ പറയാം കേട്ടോ. പിന്നെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.